ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോമ്പോളായിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ കുറവാണ്. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അഗ്ലോണിമകളുണ്ട്. ഇത് ലാസ്റ്റത്തെ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനി എക്സ്ട്രാ ഒറ്റ പ്ലാന്റും ഇല്ല. അപ്പോൾ നമ്മളിത് വിറ്റ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ കോമ്പോകളാണിത്, ഇൻക്ലൂഡിങ് ചീച്ചിയിലുള്ള പ്ലാന്റാണ്. ഞാൻ സിംഗിളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് സിംഗിളായിട്ട് ഇടാമെന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സിംഗിൾ ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കാനില്ലാണ്ടായി. ഞാൻ പറഞ്ഞില്ല, അവസാനത്തെ പ്ലാന്റുകളാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാതും ഒരേ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എക്സ്ട്രാ പ്ലാന്റ് നമ്മുടെ അടുത്ത് എടുക്കാനില്ല കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു സെറ്റ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ 510 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതും ഇൻക്ലൂഡിങ് CCക്കാണ് കേട്ടോ എല്ലാ കോമ്പോയും കൊടുക്കുന്നത്. കോമ്പോ മാറ്റി തരുമെന്ന് ആരും ചോദിക്കരുത്, കാരണം ഇതിലുള്ളത് തന്നെ ഉള്ളൂ. നമ്മൾ ഒരാൾക്ക് മാറ്റി കൊടുത്താൽ പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കാൻ നമുക്ക് ആ സെയിം കോമ്പോ ചോദിച്ചാൽ നമുക്ക് വേറെ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് പ്ലാന്റുകളാണ് അതാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെ താല്പര്യമുള്ളവർ എടുക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. 510 റേറ്റ്. അപ്പോൾ ഓരോ കോമ്പോകളും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു വെറൈറ്റി, ഇത് ഏതിൻ്റെ ആണെന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ ഒരു വെറൈറ്റി ഒരു പിങ്ക് വെറൈറ്റി കേട്ടോ. ഇത് വന്നിട്ട് റെഡ് പനാമയാണോ പീച്ച് പനാമയാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആയിരുന്നു ഷെയ്ഡ് കറക്റ്റ് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത്. അതിൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോ. 510 റേറ്റ്. സെക്കൻഡ് കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഓറഞ്ച് നൈറ്റ് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് റൂബി ബാത്തിക്, ഇത് വന്നിട്ട് ഗരുഡ പിങ്ക്. തേർഡ് കോമ്പോ വന്നിട്ട് ഇതേ ഓറഞ്ച് സ്പാർക്ലിങ്ങിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഡബിൾ ഷൂട്ട് ഒരു പ്ലാന്റ്, ഇതേ 2 ഷൂട്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത്, കാണുന്നില്ല. പീക്കോക്കിൻ്റെ ഒരു പ്ലാന്റ്, പിന്നെ അതുപോലെ തന്നെ ഗരുഡ പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. ഇതാണ് നമ്മുടെ തേർഡ് കോമ്പോ. പിന്നെ ഫോർത്ത് കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ, റെഡ് സ്റ്റാർ ഡസ്റ്റ് ഇല്ലേ അതിൻ്റെ ഒരു പ്ലാന്റ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി, പിന്നെ ഇതേ കണ്ടില്ലേ വലിപ്പം. പിന്നെ ഇതേ അതിൻ്റെ കൂടെ തന്നെ ഇതേ ഒരു മിനിറ്റ്, ഇതേ ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫോർത്ത് കോമ്പോ. പിന്നെ അഞ്ചാമത്തെ കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. അത് മദർ പ്ലാന്റ് വരണം. അതിൻ്റെ കൂടെ റെഡ് സ്റ്റാർ ഡസ്റ്റ്, റൂബി ബാത്തിക്. പിന്നെ വരുന്നത് ഈ ഒരു കോമ്പോ കേട്ടോ. ഇത് വന്നിട്ട് എലൈൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇത് വന്നിട്ട് പിങ്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് സോഡിൻ്റെ പ്ലാന്റ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ. പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് കേട്ടോ. പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ ഇത് വന്നിട്ട് ഗരുഡ പിങ്കിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത്ര കോമ്പോകളാണ് നമുക്ക് അവൈലബിൾ ആയുള്ളത്. ഏകദേശം ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. തീരെ പൊടി പ്ലാന്റ് ഒന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ 510 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതും ഇൻക്ലൂഡിങ് CCയിലാണ് കൊടുക്കുന്നത്. ഉള്ള വെറൈറ്റികളൊക്കെ ഞാൻ ഉൾപ്പെടുത്തേണ്ടതുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, എക്സ്ട്രാ ഇല്ല, മാറ്റി തരുമെന്ന് ചോദിക്കരുതോ. മാക്സിമം ഇങ്ങനെ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസ്. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വന്നിട്ട് കൊറിയർ തിങ്കളാഴ്ചയാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ചെടിയുടെ പോട്ടി മിക്സ് വന്നിട്ട് മണ്ണും ചകിരിച്ചോറും മാത്രമാണ്. വേറെ ഒരു തരത്തിലുള്ള വളങ്ങളും ഉപയോഗിക്കരുതോ. കാരണം മഴ സമയമാണ്. അധികം നനവില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈർപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും മഴ പെയ്താൽ കുറച്ച് ഈർപ്പം നിൽക്കും ചട്ടികളിലെ. അപ്പോൾ അങ്ങനെ നന ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡാമേജ് വരും പ്ലാന്റുകൾക്ക്, അഗ്ലോണിമയ്ക്ക് പ്രത്യേകിച്ച്.